ഞരടി ഞരടി ഒതുക്കി വറ്റിച്ച് കുറുക്കിയെടുക്കുന്ന ഈ മത്തിച്ചാറും മത്തിയും കൂട്ടി കഴിച്ചാലുണ്ടല്ലോ സ്വർഗം കാണും. ചൂട് ചോറിനോടൊപ്പം ചൂട് മത്തിക്കറിയും രണ്ട് മത്തി വറുത്തതും കൂട്ടി കഴിച്ചാണ്ടല്ലോ ഈ ഒരു ടേസ്റ്റ് ഒരു ആവോലിക്കും ഐക്കുറയ്ക്കും കിട്ടില്ല കേട്ടോ. അപ്പൊ വീഡിയോ കണ്ടാലോ, എങ്ങനെയാണ് ഞരടി വറ്റിച്ചെടുക്കുന്ന മത്തിക്കറി ഉണ്ടാക്കുന്നതെന്ന്. ഹായ്, അമല സ്വാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദേ കുറച്ച് മത്തി നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചി, കറിവേപ്പില, കുരുമുളക്, വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. അപ്പോൾ അതൊരു സ്പൂണ്, ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഒരു അര സ്പൂണ് മുളക് പൊടി, ബാക്കി നമ്മൾ കറിയിൽ ചേർക്കുന്നതാണേ. അപ്പം ഇത്രയും മതി. ഇതെല്ലാം കൂട്ടി നന്നായി ഒതുക്കി കൂട്ടി മസാലയൊക്കെ ഒന്ന് ചേരത്തക്ക വിധത്തിൽ ഒന്ന് കുഴച്ച് മറിച്ച് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഈ ഒരു ടേസ്റ്റിൽ മത്തി കറി വയ്ക്കുകയാണെങ്കിൽ മത്തി എത്ര ഇഷ്ടമല്ലാത്തവരും വയറ് നിറയെ കഴിച്ചു പോകും കേട്ടോ. എത്ര കഴിച്ചാലും പിന്നെയും ചോറ് വീണ്ടും വീണ്ടും വാങ്ങിച്ച് കഴിച്ചു പോകും. അത്ര ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്ത്. എൻ്റെ അമ്മ ഇങ്ങനെയാണ് കേട്ടോ കറി വെച്ചുകൊണ്ടിരുന്നത്. അത് അടുപ്പിലും കൂടെ വെച്ച് കറി വറ്റി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മണം ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഇപ്പോഴും നാവിൽ നിന്ന് കപ്പലോടാൻ പാകത്തിൽ വെള്ളം ഇങ്ങനെ വന്ന് തെളിയാണ് കേട്ടോ. അത്രയും ടേസ്റ്റാണ്. അപ്പം ദേ ഞാൻ മസാല തേച്ച ആ മീനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ പിണക്കൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് നേരത്തിന് അവനെ അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചെന്നേ ഉള്ളൂ. അപ്പം ഞാൻ ദേ ഇനി ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞതും 3 പച്ചമുളകും നടു കീറിയിട്ടത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ചട്ടി നേരെ അടുപ്പിലേക്കല്ല പോയത്, ടേബിളിലേക്കാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പൊടിക്കൈകൾ കൂടി ഉണ്ട്. ഇതാണ് ഇതിൻ്റെ മാസ്മരിക ടേസ്റ്റ്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് മക്കളെ നമ്മളുടെ കറിയുടെ കൊഴുപ്പും ടേസ്റ്റും കൂട്ടുന്ന തക്കാളിക്കുട്ടന്മാർ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ തക്കാളിയുടെ തോലൊക്കെ നന്നായി ചെത്തി കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോഴാണ് ഇതേപോലെ നന്നായി സ്ലൈസ് ചെയ്ത് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കിട്ടുകയുള്ളൂ. അതുമാത്രമല്ല, വേവുമ്പോൾ ആ കട്ടി മുഴുവനും ആ ചാറിലേക്ക് ആ കൊഴുപ്പ് ഇറങ്ങാനും ഇത്തിരി എളുപ്പവഴിയാണിത്. മാത്രമല്ല, ഇതിൻ്റെ പൊടിക്കൈ എന്ന് പറഞ്ഞ് ഒരു സ്പെഷ്യലാണ്. കണ്ടോളൂ കേട്ടോ, വീഡിയോ ഫുള്ളായിട്ട് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഞാനൊരു പകുതി സവോള എടുത്തിട്ട് കുനുകുനാ ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി കൊടുത്താലും മതി. ഇനിയുണ്ട് അടുത്ത പരിപാടി. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ മത്തിയിൽ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറവ് ബാക്കിയുള്ള ഐറ്റംസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അര സ്പൂണ് മത്തിയിൽ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. പ്രത്യേകം പറയാണ്, മറന്നു പോകരുത്. ഇനി നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂട്ടാനും മുളകിൻ്റെ കുത്തൊക്കെ പോകാനായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പിടി പിടിക്കണം. ഈ ഒരു പിടി 1.5 പിടിയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി ഞരടി 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 നമ്മളുടെ കൈയൊക്കെ വേദനിക്കും. അതേപോലെ ഞരടി ആ മുളകിൻ്റെ കുരുവും മാംസമൊക്കെ പുറത്തേക്ക് വരും. അതേപോലെ തക്കാളിയൊക്കെ പിഴിഞ്ഞ് എന്താ പറയുക, അത്രയും സോഫ്റ്റായ ആ തക്കാളീനെ അടക്കം പിഴിഞ്ഞ് ചാറെടുത്ത് അതിൽ അലിഞ്ഞ് നമ്മൾ കുഴച്ചുകൊണ്ട് തന്നെ അതിൽ ചാറാക്കി മാറ്റണം. അതാണ് ഈ കുഴയുടെ രഹസ്യം. ഈ കുഴ ശരിയായില്ലെങ്കിൽ ടേസ്റ്റ് അത്ര കിട്ടില്ല കേട്ടോ. അപ്പം ദേ നന്നായി കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പുളി വെള്ളത്തിലിട്ട് വെച്ചതിൻ്റെ പുളിച്ചാറും കൂടെ പിഴിഞ്ഞ് ഒഴിക്കാം. അപ്പം ഞാൻ കയ്യും വന്ന് ആ മുളകിൻ്റെ ചാറൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് ആ ചട്ടിയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ പുളി വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള പുളിയുടെ രസം ഉണ്ടെങ്കിൽ അതും കൂടെ നന്നായി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം. അപ്പം നിങ്ങളുടെ പുളിക്ക് ആവശ്യമായ പുളി പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. അപ്പം നമ്മളുടെ കറിയുടെ ഒരു ഹാഫ് പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ചട്ടിയിൽ ആ മുളകൊക്കെ ഒന്ന് റെഡിയാക്കി, ചട്ടിയുടെ മുളകൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് കലക്കി റെഡിയാക്കി ആവശ്യത്തിന് മുളക് വെന്ത് വറ്റിയെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് മുളക് പൊടി നമ്മൾ വഴറ്റി ചേർക്കുകയല്ല, എണ്ണയിൽ വഴറ്റിയിട്ടല്ല നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ മുളകിൻ്റെ കുത്തുണ്ടാവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിലധികം കുറച്ച് ഒരു പൊടി വെള്ളം സാധാരണ ഒഴിക്കുന്നതിന് കൂടുതൽ ഒഴിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ആ മുളകൊക്കെ നന്നായി വെന്ത് കട്ടി വരുള്ളൂ. അച്ഛൻ്റെ അമ്മയൊക്കെ ഉണ്ടല്ലോ, ആ മുളക് അമ്മയുടെ മുകളിലിട്ടിട്ട്, അതായത് പൊടിച്ച പൊടിയായിരിക്കാം, എന്നാൽ കൂടെ ഒന്നും കൂടെ അമ്മയിലിട്ട് അരച്ചിട്ടേ കൊണ്ടുവരുള്ളൂ. അപ്പം നിങ്ങളുടെ പൊടിക്ക് ഇച്ചിരി തരിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ ഒന്ന് പിടിച്ചു നോക്കിയപ്പോൾ നല്ല നൈസാണ്, അതുകൊണ്ടാണ് നേരിട്ട് ചേർത്തത്.
അപ്പോൾ ദേ ഞാൻ അടുപ്പത്ത് വെച്ച് അതിനെ മൂടി വെച്ച് തിളച്ച് ദേ പകുതി വറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ദേ മീനും കൂടെ നമ്മുടെ മസാല തേച്ച മത്തിക്കുട്ടന്മാരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ നന്നായി വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മുളക് തേച്ച പാത്രത്തിലെ മുളക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കലക്കി ഒഴിക്കുന്നുണ്ടേ. ഇനി നമുക്ക് നന്നായി വറ്റുന്നത് വരെ ഒന്നും കൂടെ തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. അപ്പം അമ്മിയിൽ മുളകരച്ച് അടുപ്പത്ത് മീൻകറിയും കൂടെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ആ ടേസ്റ്റ് പിന്നെ നാവൊന്നും ഒരിക്കലും പോവില്ല കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഇപ്പോഴും അത് പറയുമ്പോൾ നാവിൻ്റെ തുമ്പത്ത് വെള്ളം വരും. കാരണം അത്രയും ടേസ്റ്റ് ആയിരിക്കും അച്ഛമ്മയുടെ കറിക്ക്. അപ്പോൾ അതിലൊരു ചെറിയ ഭാഗം മാത്രമാണ് കേട്ടോ ഇത്. പക്ഷെ ഇതും ഏട്ടന് കഴിച്ചിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മളുടെ ഈ കറി ദേ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇച്ചിരി കൂടെ ഒന്ന് ചൂടാറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറ്റിക്കോളും ആ ചൂടുള്ള ചട്ടിയിൽ ഇരുന്നുകൊണ്ട്. അപ്പം ഞാൻ ദേ കറിയൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ചോറ് അവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ റൈസ് കുക്കറിൽ നിന്ന് ഇപ്പോൾ വാർത്തിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്ന് ചൂടോടക്കനെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആ നേരത്തിന് കറക്റ്റായിട്ട് വെച്ചത്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഏട്ടന് ഡ്യൂട്ടി ഇല്ല. അപ്പോൾ ഉച്ചയ്ക്ക് ചുടുചോറ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട്. കാരണം രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നേരത്തെ ചോറ് വയ്ക്കുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേന് ചൂട് ആറും, കുറച്ചെങ്കിലും ആറും. അതെ, പിന്നെ ഞാൻ മീൻകറി വെച്ചപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കളറിന് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി കുറച്ച് യൂസ് ചെയ്യാം. അപ്പം നല്ല റെഡ് കളർ കിട്ടും കേട്ടോ. അപ്പോൾ ദേ നമ്മളുടെ ഞെരടി ഒതുക്കി വറ്റിച്ചെടുത്ത മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടെ. എത്ര മത്തി കഴിക്കാത്തവരും കഴിച്ചു പോകും. അത്രയും ടേസ്റ്റാണ്. പാത്രത്തിലേക്ക് കറി വിളമ്പിയപ്പോൾ തന്നെ നാവിൽ വെള്ളം വന്നു. നല്ല മണമുണ്ട്. പിന്നെ ഒരു കാര്യം വിട്ടു, കറി വറ്റിച്ച് ഇറക്കണ സമയത്ത് ഇത്തിരി വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണം കേട്ടോ. അത് ഞാൻ വീഡിയോയിലും കാണിക്കാനും മറന്നു, പറയാനും വിട്ടുപോയി. അതേ നമ്മുടെ കറി സെറ്റായിരിക്കുന്നത് കണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കാണുമ്പോൾ തന്നെ സ്വർഗം കാണുന്ന ആ ഒരു ഫീലില്ലേ? കണ്ടോ? മീൻകറി ഈ ചൂട് ചോറിൻ്റെ ഒപ്പം ഈ മുളകിട്ട് വറ്റിച്ച ഈ മത്തിക്കറി 2 മത്തി വറുത്തതും കൂട്ടി കഴിച്ചാൽ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ഒരു ആവോലിക്കും അയിക്കുറയ്ക്കും കിട്ടില്ല കേട്ടാ. അത് നിങ്ങൾ ഒരു തവണയെങ്കിലൊന്ന് വെച്ച് നോക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കിടുക്കാച്ചി കറിയാണ് കേട്ടോ മക്കളെ. അപ്പോൾ ഇന്നത്തെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.